കിയാമത്ത് ഈ ലോകം അവസാനിക്കും. മനുഷ്യന്മാരെല്ലാം നശിച്ചു പോകും. ഈ ഭൂമിയൊക്കെ ഇല്ലാതായി പോകും. അവസാനം ബാക്കിയാവുന്നതാണ് മലക്കുൽ മൗത്തും അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാം, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് മലക്കുൽ മൗത്തിനോട്, ഇനി ആരാണ് അവശേഷിക്കുന്നത്? അപ്പൊ മലക്കുൽ മൗത്ത് പറയുന്നുണ്ട്, അല്ലാഹുവേ, ജിബ്രീലും ഞാനും ആണ് അവശേഷിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ റൂഹ് മലക്കുൽ മൗത്ത് എടുക്കുന്നുണ്ട്. അതേപോലെ മലക്കുൽ മൗത്തിന്റെ റൂഹ് സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. ഓരോ മലക്കുകളും മരിച്ചു വീഴുമ്പം അവർ പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവേ, നീ അർഹതപ്പെട്ട രീതിയിൽ നിന്നെ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടാണ് ഓരോ മലക്കുകളും മരിച്ചു വീഴുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, ഒരു തെറ്റും ചെയ്യാതെ രാവും പകലും ഇല്ലാതെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അത്രക്കും നിഷ്കളങ്കമായ സൃഷ്ടികളാണ് മലക്കുകൾ. അവര് വരെ അങ്ങനെയാ പറയുന്നതെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. നമ്മൾ എന്താണ് അള്ളാഹുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്? അർഹതപ്പെട്ട രീതിയിൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞ രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.